Father, and the Son, and the Holy Spirit, one true God. Amen. Beloved Bajan, beloved Action, and my dear brothers and sisters in Christ, we are all gathered here to attend and pray for our beloved angel who is baptizing today and become the temple of God. This service you all know that we are all attending every time. This is a service of thanksgiving. ശുദ്ധീകരണത്തിൻ്റെ അന്ത്യകരേറ്റലിൻ്റെ ശുശ്രൂഷയാണ്. തമ്പുരാൻ ദാനമായി നൽകിയ ദേവിയെ, കുഞ്ഞിനെ, മാലാഖയെ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ തമ്പുരാന് നൽകി ദൈവമേ നന്ദി എന്ന് കരയറ്റുന്ന അനുഗ്രഹകരമായ അനുഭവം. സംഗീതം this is a time of dedication. സമർപ്പണ ശുശ്രൂഷ എന്ന് പറയും, അല്ലെങ്കിൽ അടിമ വെക്കുക എന്ന് പറയും. എന്റെ ബേബിയല്ല, എന്റെ കുഞ്ഞല്ല, ദൈവമേ നിന്റെ കുഞ്ഞാണ്, നിന്റെ സ്ത്രീകരമായി നിനക്ക് ഇഷ്ടമുള്ള പൈതലായി വളർത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ് രണ്ടാമതായി നാം ഈ ശുശ്രൂഷ ചെയ്യുന്നത്. മൂന്നാമതായി ഷെയറിംഗ് ഓഫ് ജോയ് ആൻഡ് ഗ്ലാഡ്നെസ്, സന്തോഷം പങ്കുവെക്കുന്ന നല്ലൊരു നിമിഷമാണ്. ഈ മക്കൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി. എല്ലാവരും കൂടി വന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. തീർച്ചയായും കൂടി വന്നിരിക്കുന്ന എല്ലാവരുമേ ഈ പൈതലിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആലയം, 1 Corinthians chapter 3:16 പറയുന്നത്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മന്ദിരമായി, ആത്മാവിന്റെ ആലയമായി കുഞ്ഞിനെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമാണ് മാമോദീസയിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന കൂട്ടായിട്ടാണ്. വളരെ തിരക്കുള്ള ദിവസമായിരുന്നെങ്കിൽ തന്നെ ഈ ശുശ്രൂഷയിൽ നിന്ന് സംബന്ധിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യം, ചെറുപ്പത്തിൽ ഞാൻ വളർന്നത് എൻ്റെ ഒരു വളർത്തുമ്മയുടെ കൂടെയാണ്. വളർത്തുമ്മയുടെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് കുളിപ്പീഴാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ മരണം വലിയപള്ളിയുടെ വലിയൊരു സമൂഹമാണ്. അവിടെ 2 മിനിറ്റ് ഇരുന്നാണ്. അവരെല്ലാവരും ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥന നടത്തും, ക്രിസ്മസ് കരോളിന് പോകും. അങ്ങനെയാണ് തമ്പിശാനെ പരിചയപ്പെടുന്നത്. വളരെ അനുഗ്രഹകരമായി സ്നേഹപൂർവ്വം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിന് വളരെയധികം നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രിയ സഹോദരനെ, പ്രിയ പിതാവിനെ എന്നോട് പരിചയപ്പെടുകയുണ്ടായി. മാത്രമല്ല വീടിനോട് എനിക്ക് ഒത്തിരി സ്നേഹമുണ്ടായി. കാരണം കേട്ടറിഞ്ഞ അല്ലെ അനുഭവിച്ചറിഞ്ഞ ആ വീട് രാത്രി പരിമളത്തിരുമേനി പമ്പാ നദിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന രാത്രി വിളക്ക് കണ്ട ഇടത്ത് കയറിയപ്പോൾ രാത്രി പ്രാർത്ഥന നടത്തുന്ന ഭവനം, തീർച്ചയായും ആ ഭവനത്തിന് അതിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. പരിമള തിരുമേനിയുടെ മധ്യസ്ഥതയും അനുഗ്രഹം ആ കുടുംബത്തിനുണ്ട്. മനസ്സിലാക്കുന്നവർക്കും ഇന്നും അവരുടെ കുടുംബാംഗങ്ങളും ഈ രാത്രി നമസ്കാരം അതാത് സമയത്ത് നടക്കുന്ന ഒരു കുടുംബമായി ഇന്നും അവർ അനുഗ്രഹകരമായി മുന്നോട്ട് പോകുന്നു. ആ കുടുംബത്തിനോടുള്ള സ്നേഹമാണ് തീർച്ചയായിട്ടും അതോടുകൂടിയാണ് ഇവിടെ വരുവാനോട് ആഗ്രഹിച്ചത്. ആ കുടുംബത്തോട് കൃത്യമായി രഞ്ജനൊക്കെ ഈ ആസനത്തെ ഒന്നിച്ച് ഇവിടെ ഉണ്ടായിരുന്നവരാണ്. തീർച്ചയായും അതൊരു സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു, നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെല്ലാം അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചെറിയൊരു ശുശ്രൂഷ, പക്ഷേ ഇവിടെ അനുഗ്രഹകരമായ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിന്റെ കൃപകളിൽ നമുക്കുള്ള ഒരുക്കത്തിന്റെ ശുശ്രൂഷ, ഇതെല്ലാം കൂടെ ചേർന്ന് ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ ആത്മാവിന്റെ ആര്യമാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ഇന്നൊരു പുതിയ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ദൈവമകളുടെ മാതാക കുഞ്ഞിനെ തമ്പുരാന്റെ ആലയത്തിൽ നിന്ന് വളർത്തുവാനായി ഏൽപ്പിക്കുന്ന ഒരു കുഞ്ഞിനെ അവരുടെ ചുമതലയിലേക്ക് കൊടുക്കുക. അവരുടെ ശുശ്രൂഷ ദൈവ പൈതലായതിനെ വളർത്തുവാൻ അവരെ അനുഗ്രഹിക്കണമേ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗ്രാൻഡ് പേരൻസിനെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും ഈ പ്രാർത്ഥനയ്ക്കായി ശുശ്രൂഷയ്ക്കായിട്ട് ഒരുമയോടെ പ്രാർത്ഥനയ്ക്കായിട്ട് വരിക. Service which you entrusted your holy apostle to baptize with the fire and spirit. Now also, O Lord, grant that through the mediation of our
Salvation be bestowed upon the soul of your servant who approach you for washing and rebirth, that she may find mercy and conversion now and always, forever and ever. ഇന്നു മഹിമയുടെ രാജകുമാരി ഹല്ലേലൂയ വലതുവശത്തായ രാജേശ്വരിയും മരണകരമായ സകലപ്രവൃത്തികളും പിടിച്ചുകൊണ്ട് അതിന്റെ എന്റെ പിതാവിനെ എന്റെ വിശുദ്രോഹായും ഇവൾ സ്തുതിക്കുകയും ചെയ്യുമാറാണവേ. ഓശോ വബുകുല സുബാൻലോൽമേ കർത്താവിനെ മേയ്ക്കും, എനിക്ക് ഞെരുക്കമുണ്ടാവുകയില്ല. അവൻ പുഷ്ടിയുള്ള മേച്ചിൽ തന്നെ പാർപ്പിക്കും. ശാന്തജലത്തിന്റെ അരികിലേക്ക് അവൻ എന്നെ നയിക്കും. എന്റെ ആത്മാവിനെ തിരിച്ച് നീതിയുടെ ഉടവിൽ എന്നെ നടത്തും. Glory to Christ, the true and ineffable light, who by his glorious wisdom sets apart and purified the mystery of baptism for his spiritual flow. To him belongs glory, honor, and thanksgiving at this time of the baptism of his Son, at all festival seasons, hours, and times, and all the days of our life, forever and ever. Amen.
together, we who have gone astray in sin, and invited us to observe your holy commandments. You have introduced us to your spiritual flock, and by the life-giving voice proclaimed and said, wash yourselves and be pure. Wash away the iniquities from your hearts, and you have fulfilled us by leading us to the floods of salvation and to the spring of life. At this time, O Lord, bless this your servant who have approached you to receive the sign of life, so that it may preserve her. Introduce her to your flock and number her among your sheep. Sign her with the light of your countenance. Make her a daughter to your Father and worthy of new life. Remove the old self from her and clothe her with imperishable robe. Give her full growth, so that through a calm and quiet life she may be made worthy of a good and Christian end. We offer up glory and thanksgiving to you, and to your Father, and to your Holy Spirit, now and always, forever and ever. Lord, we may receive remission of sin, forgiveness of sins, in both ways forever and ever. ഇവൾ ജീവനിലേക്ക് നിന്നാൽ മുദ്രകുത്തപ്പെടുകയും നിന്റെ ഭവനവാസത്തിന് എത്തിച്ചേരുകയും നിന്റെ വിശുദ്ധാത്മനങ്ങളെ പിന്തുടരുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാന്യോൽമേ ധന്യം ചൊൽകട്ടെ നീ ദേവം How shall we who died in sin live longer in it? For do you not know that as many of us who were baptized into Jesus Christ were baptized into his death? Therefore we were buried with him through baptism into death, that just as Christ was raised from the dead by the glory of the Father, even so we also should walk in the newness of life. Hallelujah. Hallelujah.
മനസ്സോടും വായത്തോടും മണത്തോടും ചെവി കൊടുത്ത് നമ്മുടെ ഭാഗ്യവായ്പ ദൈവത്തിന്റെ ജീവനോട് വാചകം അറിയിപ്പനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും മകനായ വിശുദ്ധ ലൂക്കോസിന്റെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാവുന്ന യേശു തമ്പുരാന്റെ മനുഷ്യാവതാര നാളുകളിൽ ഈ പ്രകാരം ചെയ്തു. കുറിച്ച് ദൈവം മെസ്സിഹായിരിക്കുമെന്ന് സംശയിച്ചു ജനമെല്ലാം ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാമോദീസ നൽകുന്നു. എന്നാൽ എന്നേക്കാൾ ബലവാനായവൻ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ചെറുപ്പുള്ള വാറൊഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അവിടുന്ന് പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ട് നിങ്ങൾക്ക് മാമോദീസ നൽകും. ഒരു വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ട് വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാകുന്നു എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പായങ്ങളെ കഴുകുകനാഥ വിഗ്രഹാരാധനയുടെ സകലവിശുദ്ധതയുടെ മനസ്സിൽ ദൂരീകരിക്കണമേ. വീണ്ടും ജനസ്നാനത്തിനിവിടെ യോഗ്യമാക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുമിശിഹാ നിന്റെ പുത്രൻ മുഖാന്തരം പാപമോചനത്തിനിവിടെ അർഹയാക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ നാമത്തിൽ എലിസബത്ത് നിത്യജീവനായി മുദ്ര കുത്തപ്പെടുന്നു.
കൊണ്ട് സകല ശുദ്ധ ദുഷ്ടാത്മാക്കളെയും ഞാൻ ബഹിഷ്കരിക്കുന്നു. വക്രബുദ്ധിയും അഹങ്കാരിയും അവനെ നീ ശാസിച്ച് നിന്റെ ദാസിയെ വഞ്ചകാത്മാക്കളിൽ നിന്ന് സ്വതന്ത്രയാക്കണമേ. അല്ലയോ ശുദ്ധാത്മാവേ, വരുമാനിക്കുന്നതിനായ വിധിയെ നീ ഭയപ്പെട്ടുകൊള്ളുക. ദൈവ സൃഷ്ടിയെ നീ സമീപിക്കരുത്. എന്നാൽ അത് പിശാചുക്കളുടെ അധിവാസ സ്ഥലമെല്ലാം ദൈവത്തിന്റെ ആലയമാകുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശബ്ദം ചെയ്യിക്കുന്നു. അശുദ്ധാത്മാവേ, നീ സമൂലം വേഗത്തിന് ശേഷം നീങ്ങി പോവുക. മത്സരിക്കരുത്. മാമോദീസ മുങ്ങുന്ന എലിസബത്ത് ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിങ്ങളുടെ സകല ഭയത്തെയും സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന എലിസബത്ത് ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിങ്ങളുടെ സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന എലിസബത്ത് ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിങ്ങളുടെ സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന എലിസബത്ത് ഞാൻ മശിഹാതമ്പുരാനെ നിന്നിലും പരിശുദ്ധ നിബിയന്മാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ ഫലമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന എലിസബത്ത് ഞാൻ മശിഹാതമ്പുരാനെ നിന്നിലും പരിശുദ്ധ നിബിയന്മാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ ഫലമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന എലിസബത്ത് ഞാൻ മശിഹാതമ്പുരാനെ നിന്നിലും പരിശുദ്ധ നിബിയന്മാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ ഫലമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് മശിഹായെ എന്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. അതിനു വേണ്ടി എല്ലാവരും ചേർന്ന് വിശ്വാസപ്രമാണം ഒന്നിച്ചുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും പ്രകാശവും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവരും മനസ്സടക്കപ്പെട്ട് മൂന്നാം ദിവസം കഴിഞ്ഞിട്ട് പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോട് സ്തുതിക്കപ്പെട്ട് നബിയന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചനുമായ ഏകോശവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപാട് ഉയർപ്പിനും ലോകത്തിലെ പുതിയരുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. വീണ്ടും ജനത്താൽ പുത്രി സ്വീകാരത്തിന് അർഹയായി തീരുവാൻ വേണ്ടി സന്തോഷതയിലെത്താൻ എലിസബത്ത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധയുടെ നാമത്തിൽ നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു.
നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ വബകുല വെള്ളത്തിന് നേരെ തിരിഞ്ഞ് ഇതിനെ ശുദ്ധീകരിക്കണമേ. നിന്നോട് നീ മുഖാന്തരം നിന്നോടുകൂടെയും നിന്റെ പിതാവിനോട് മനോവേദനയോടെ അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാർക്കുമോ. How awesome is this occasion and how fearful is this time. My beloved, wherein the living Holy Spirit descends from the most elevated heights of heaven and broods upon these baptismal waters and sanctifies it. With calmness and reverence, stand and pray. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ ഉത്തരമരുളി ചെയ്ത ദൈവതോ നീ എന്നോട് കരുണ ചെയ്യണമേ. സർവാധിപതിയാകുന്ന ദൈവമായ കർത്താവേ, ഈ വെള്ളത്തെ ആശ്വാസജലവും സന്തോഷകരവും ആനന്ദകരമായ വെള്ളവും നിന്റെ ഏകപുത്രന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ശാന്തപ്പെടുത്തുന്ന വെള്ളവും വെടിപ്പാക്കുന്ന വെള്ളവുമാക്കി തീർക്കുമാറാകണമേ. ഈ ജലത്തെ ആത്മശരീരങ്ങളുടെ മാലിന്യത്തെ ശുചീകരിക്കുന്നതും ബന്ധനങ്ങളെ അഴിക്കുന്നതും പിഴകളെ ക്ഷമിക്കുന്നതും ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമാക്കി തീർക്കുമാറാകണമേ. സ്നാനവും പുത്രസ്വീകാരത്തിന്റെ നൽവരവും നാശരഹിതമായ വസ്ത്രവും വിശുദ്ധാത്മാവിന്റെ പുതുക്കവുമാക്കി തീർക്കുമാറാകണമേ. വെള്ളം നിന്നെ കണ്ടു കർത്താവേ, വെള്ളം നിന്നെ കണ്ടു ഭയപ്പെട്ടു. വെള്ളം പെരുവെള്ളത്തിന്മേൽ മുഴങ്ങി. മഹത്വമുള്ളവനായ ദൈവമായ കർത്താവ് പെരുവെള്ളത്തിന്മീതെ ഗർജിച്ചു. പരിശുദ്ധ റൂഹായിക്കും ആദ്യം മുതൽ എന്നേക്കും സ്തുതി. വെള്ളത്താൽ പഴയ മനുഷ്യൻ പുതുക്കപ്പെട്ട് നവീകരിക്കപ്പെടുവാൻ വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ പരിശുദ്ധ ഓറോൻ ഇതിൽ ഞങ്ങൾ ഒഴിക്കുന്നു. ശ്രേഷ്ഠയായി തീരുകയും നിന്റെ കൃപയാൽ നിറങ്ങുകയും നിന്റെ ദിവ്യകൽപ്പനകൾ പാലിക്കുകയും ഞങ്ങളെ കൂടെ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ.
ഉണ്ടായിരിക്കട്ടെ. നിത്യജീവന് വേണ്ടി ജീവനുള്ള പിതാവിന്റെ നാമത്തിലും നിത്യജീവന് വേണ്ടി ജീവന്റെ പുത്രന്റെ നാമത്തിലും നിത്യജീവന് വേണ്ടി ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും ഈ വെള്ളം ദിവ്യസ്നാനത്തിനും ഏത് ജനത്തിനുമായി ഭവിക്കുവാൻ വേണ്ടി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവന്റെ പരിശുദ്ധയുടെ നാമത്തിൽ എലിസബത്ത് മാമോദീസ മുങ്ങുന്നു. വിശ്വാസം മൂലം നിന്റെ ഭടന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടിരിക്കുന്ന നിന്റെ ദാസിയെ ഈ പരിശുദ്ധമായ മുദ്രയും അടയാളവും നിന്റെ നാമത്തിൽ പ്രാപിക്കുമാറാകണമേ. ഈ മോറോൺ കരുത്താനാത്മീയമായ സകലവിധ പരമുള്ള വാസനകൾ ആളുകൾ നിറയുകയും പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴടങ്ങാത്തോടാതിരിക്കുകയും ചെയ്യണമേ. ഇനി ഇവർ ദുഷ്പ്രഭുക്കളെയോ അന്ധകാര ശക്തികളോ ഭയപ്പെടുവാനിടയാകാതെ നിന്റെ ദർശനം നടക്കുകയും പ്രകാശപുത്രിയായി തീരുകയും നിന്നെ കൂടി സഞ്ചരിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ ചേരുകയും ചെയ്യുമാറാകണമേ. ശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നഗരത്തിന്റെ പൂർത്തീകരണമായ വിശുദ്ധ മൂറോനാൽ എലിസബത്ത് grant us fair life, be pleasing to your majesty, and be for the glory of your holy name, O Father, Son, and Holy Spirit, now and always, forever and ever. Say
പ്രവൃത്തിയാൽ നീ പൂർത്തീകരിച്ചു താമസിയെ ജീവദായകമായ നിന്റെ വിവേകശക്തി മൂലം സുവിശേഷപരമായ നടപടികളിലേക്ക് നയിച്ചു കൊള്ളണമേ. നല്ല അവസാനം പ്രാപിക്കുന്നവർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ കിരീടം നിന്റെ സ്വർഗരാജ്യത്തിൽ പ്രാപിക്കുമാറാകണമേ. ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടി നിന്റെ വർദ്ധയുടെ സഹായങ്ങൾ നഷ്ടപ്പെടാതെ അതിൽ തന്നെ ശക്തി പ്രാപിച്ചു വളരുകയും ചെയ്ത് നിന്നെ നിന്റെ ഏകപുത്രനെയും സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവം നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വന്ദനായ പുത്രൻ നിന്നെ കാത്തുകൊള്ളട്ടെ. നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധ റൂഹ നിന്നെ പൂർത്തീകരിച്ച് ഉപദ്രവം നിന്നെ രക്ഷിക്കട്ടെ. നീ സ്വീകരിച്ചിരിക്കുന്ന മാമോദിസ എന്നേക്കും നിവസിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും നമ്മുടെ ദൈവമായ മിശിഹായുടെ പാപപരിഹാരപ്രദമായ മാമോദിസയിൽ നിന്ന് നീ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധ മുഖവനോടുകൂടെ പരിശുദ്ധ തത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിന്നെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുക. ദൈവം അനുഗ്രഹിക്കട്ടെ. എലിസബത്ത് വലിയ നല്ലവണ്ണ നല്ല കൊച്ച കടപ്പുണ്ടാക്കിയില്ല. Any other family members? Come fast, come fast. All family members are requested to come, please. Okay, take it. Face Can you take one more picture? എല്ലാവർക്കും അല്പസമയം നൽകുക. ഞാൻ തിരുമേനിയുടെ അനുവാദത്തോടു കൂടി രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കട്ടെ. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. പരിശുദ്ധ സഭ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നു. ഈ സഭയുടെ അംഗമായി എലിസബത്ത് ഇന്ന് രൂപാന്തരപ്പെടുകയാണ്. വളരെയധികം സന്തോഷം ദൈവസന്നിധിയിലുണ്ട്. ഈ ശുശ്രൂഷയുടെ പ്രധാന കാർമ്മികത്വം വഹിച്ച
ഇടവമെത്രാപ്പൊലീത്ത അഭിമന്യ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ അറിയിക്കട്ടെ. തിരുമേനി ഓർപ്പിച്ചു, വളരെയധികം തിരക്കുള്ള ദിവസമാണ്. തിരുമേനിക്ക് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വാഷിങ്ടണിൽ പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ തന്നെ ഇവിടെ തീർക്കുവാനൊക്കെ ഇടയായി. എന്തായിരുന്നാലും ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനൊക്കെ വേണം ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന അഭിമന്യ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ആദരവും ഇടവയ്ക്ക് വേണ്ടിയും ഭവനത്തിന് വേണ്ടിയും പ്രത്യേകമായി ദൈവസന്നിധിയിലും തിരുമേനിയിൽ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയുടെ സഹകാർമ്മികരായി കടന്നു വന്ന ബഹുമാനപ്പെട്ട പ്രഭാഷനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഭവനക്കാർക്ക് വേണ്ടി അറിയിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും, ഫാമിലീസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണോ, ഈ കുഞ്ഞിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി എത്തിയവരാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നും ഈ കുഞ്ഞിന്റെ പേര് പിന്മാറ്റുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവസന്നിധിയിൽ നല്ല ഒരു സൈറ്റായി വളരുവാൻ തക്കവണ്ണം നമ്മുടെ ശ്രേഷ്ഠമായ പ്രാർത്ഥനകളിൽ യേശുബേത്തിനെയും ഓർക്കുവാൻ തക്കവണ്ണമുള്ള ഉത്തരവാദിത്വമാണ് ഇന്ന് സഭ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ആ പ്രാർത്ഥന ഭംഗിയായി നിർവഹിക്കാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ബലഹീനമായ പ്രാർത്ഥനകളിൽ ഈ കുഞ്ഞിനെ ഓർക്കുവാൻ തക്കവണ്ണം ഇടയാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ കുഞ്ഞിനെ സഭയ്ക്ക് വേണ്ടി നൽകിയ ഈ കുടുംബത്തെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട ജോൺ ആലഞ്ചേരി ഫാമിലി, അതുപോലെ തന്നെ തോമസ് ജോർജ് ഫാമിലി, ആ കുടുംബത്തെയും പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനും അപ്പുറമായി ഈ കുഞ്ഞിനെ സമർപ്പിച്ച ഈ കുഞ്ഞിന്റെ പേരൻസ് ജോൺസൺ, റിനു, ആ മാതാപിതാക്കന്മാരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർപ്പിച്ചു. ഇത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഉത്തരവാദിത്വം തലത്തോടാണെന്ന് എല്ലാവർക്കും അറിയാം. തലത്തോട് ആളിനോടൊപ്പം തന്നെ മാതാപിതാക്കന്മാരും ഇടവകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാനായിട്ട് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം വിസ്മരിച്ചു പോകാൻ ഇടയാകരുത്. ഇപ്പോൾ അഭിമന്യ തിരുമേനി കൈമുത്തും. അതിനുശേഷം എല്ലാവർക്കും മെത്തഡിസ്റ്റ് ചർച്ചിന്റെ ഹാളിലാണ് റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും അവിടേക്ക് പോകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്.